ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കട്ടിത്ത് കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ നിധിക്ക് ജോലിയൊക്കെ കിട്ടി. അവൾ തിരിച്ച് നേരെ വന്നത് ആ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സുഭാഷേട്ടൻ്റെ പണി സൈറ്റിലേക്കാണ് കേട്ടോ. അന്നേരം സുധീഷ് ചോദിക്കുന്നുണ്ട് വീട്ടിലെത്തിയിട്ട് പറഞ്ഞാൽ പോരെന്ന്. അപ്പോൾ നമ്മളെ നിധി പറയുന്നേ, ഏയ് അങ്ങനെയല്ല, ഇവിടെ വന്ന് പറയുമ്പോൾ സുഭാഷേട്ടന് ഏറെ സന്തോഷമാവും. സുഭാഷേട്ടനാണ് എനിക്ക് ജോലി കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പോൾ നമ്മളെ സുധീഷ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ ഇൻ്റർവ്യൂക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതൊക്കെ ഞാൻ, എന്നിട്ട് ഇപ്പോൾ സുഭാഷേട്ടനാണ് പോലും ആഗ്രഹിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് എന്താ പിറുപിറുക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ വന്നിട്ട് സുഭാഷേട്ടനോട് കാര്യം പറയുന്നുണ്ട് കേട്ടോ. സുഭാഷേട്ടൻ എനിക്ക് ജോലി കിട്ടി, സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം സുഭാഷേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പായിരുന്നു മോളെ ഇന്ന് നീ പോയ ഇൻ്റർവ്യൂക്ക് നിനക്ക് കിട്ടുമെന്നുള്ളത്, എന്തായാലും സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീറ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അവിടെയുള്ള ജോലിക്കാർക്കൊക്കെ സ്വീറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നുണ്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോവാം മോളെ എന്ന് പറയുമ്പോൾ, അതിന് ഇവിടെ ഭക്ഷണം സുഭാഷേട്ടന് മാത്രമുള്ളതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ആ നേരമാണ് കറക്റ്റ് ടൈമിൽ നമ്മൾ ചാന്ദിനി അവിടേക്ക് വരുന്നുണ്ട്. അന്നേരം സുധീഷൊക്കെ ചാന്ദിനിനെ കാണുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇതാരാ സുഭാഷേട്ടൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ചാന്ദിനി അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ സുഭാഷേട്ടൻ്റെ പണി സൈറ്റിൽ കാണുമ്പോൾ അവർക്കൊരു അത്ഭുതം. അങ്ങനെ ബയ്യ പറയുന്നുണ്ട് കേട്ടോ, ഇത് എൻ്റെ അനിയത്തിയാണ്, അവൾ നാട്ടിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് മലയാളം അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആ മലയാളം കേട്ടാൽ അറിയാം, ഹിന്ദിയാണ് സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്, കുറച്ചൊക്കെ പഠിച്ച് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ കൊണ്ടുവന്ന ഭക്ഷണമായിട്ട് ഷെയർ ചെയ്ത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളെ നികേഷും അതുപോലെ തന്നെ നിധിയും കൂടി പുറത്ത് പോയിട്ട് ഒരുപാട് ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്മളെ നിധി അടുത്ത ദിവസം ജോലിക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സന്തോഷത്തിൽ അവൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നിട്ട് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നികേഷിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവും കേട്ടോ. അങ്ങനെ നികേഷിൻ്റെ ഷർട്ടിൻ്റെ പ്രൈസ് ടാഗൊക്കെ നോക്കുമ്പോൾ 2500 കാണുന്നത്. അപ്പോൾ നമ്മുടെ സുഭാഷേട്ടന് ഭയങ്കര ഒരു ഷോക്കാവും കേട്ടോ. കാരണം അത്ര വിലപിടിപ്പുള്ള ഡ്രസ്സ് അവർ ഇടാറില്ല എന്ന് തോന്നുന്നു. അതാണ് സുഭാഷേട്ടനൊരു ഞെട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സുഭാഷേട്ടന് കൊടുക്കുമ്പോൾ സുഭാഷേട്ടൻ കരയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതുപോലെ ആരും ഇതുവരെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ച് തന്നിട്ടില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇമോഷൻ ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹരീഷിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വരുന്നുണ്ട്. അങ്ങനെ അച്ഛനുള്ള ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ എല്ലാവർക്കും ഡ്രസ്സ് ഓണം നേരത്തെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നിധി കാര്യം പറയുന്നുണ്ട് കേട്ടോ, നാളെ ഞാൻ ജോലിക്ക് പോവുകയാണ് അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വക എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷും കണ്ണു പൂട്ടിയിട്ട് എനിക്കുള്ളത് തന്നോളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം നിധി വേഗം അവിടുന്ന് പോവുകയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട് അയ്യോ എനിക്കൊന്നും വാങ്ങിയില്ല, എല്ലാവർക്കും വാങ്ങിയപ്പോൾ എനിക്ക് വാങ്ങണമെന്ന് തോന്നിയില്ല എന്ന് ചോദിക്കുമ്പോൾ നിധി അവിടെ പോയിട്ട് കുറച്ച് റൂമിൻ്റെ അവിടെ പോയി നിന്നിട്ട് പറയുന്നുണ്ട് എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷേ നിധിയുടെ ആ സംസാരത്തിൽ തന്നെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അവൾ കുറച്ച് ചിരിച്ചും കൊണ്ടാണ് പറയുന്നത്. അവളുടെ കയ്യിൽ വേറൊരു ബോക്സും കൂടി ഉണ്ടായിരുന്നു. സുധീഷിനാണെങ്കിൽ കുറച്ചൊരു സങ്കടമായി, എല്ലാവർക്കും കൊടുത്തപ്പോൾ അവന് മാത്രം കൊടുത്തില്ലല്ലോ. അവൻ പറയുന്നുണ്ട് ഒരു കർച്ചീഫ് പോലും എനിക്ക് വാങ്ങണം തോന്നിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും വാങ്ങാൻ തോന്നിയില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവന് പെട്ടിയൊക്കെ പൊളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവന് ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിധിക്ക് എങ്ങനെ മനസ്സിലായി ഇത് എനിക്കിഷ്ടപ്പെട്ട കളറാണെന്ന് മനസ്സിലായത് എങ്ങനെയും ചോദിക്കുമ്പോൾ എനിക്കതൊന്നും അറിയില്ലായിരുന്നു, നികേഷാണ് എല്ലാം സെലക്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് എല്ലാവരുടെയും ഡ്രസ്സ് ഞാനാണ് സെലക്ട് ചെയ്തത്, പക്ഷെ ഒരാളത് ഒഴിച്ച് മാത്രം അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്, പക്ഷേ ഏട്ടന് സമ്മതിച്ചില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. വേറെ ആരെയും ഉദ്ദേശിച്ചിട്ടല്ല, അത് ഭാസ്കരൻ അച്ഛനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പം നമ്മളെ നിധി പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഒരാൾ മാത്രം സങ്കടപ്പെട്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല നികേഷ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധി ആ വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെയാട്ടോ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായിട്ട് നമ്മളെ സുഭാഷേട്ടൻ എല്ലാവർക്കും പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നിധി പോകുന്നതിൻ്റെ ഭാഗമായിട്ട്, ഒരു മധുരം അത്രേ. അപ്പം സുധീഷ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോൾ ഒരു സ്പൂൺ അധികം പഞ്ചസാര ഇട്ട് പോലും എനിക്ക് ചായ തന്നില്ലല്ലോ സുഭാഷേട്ടാന്ന് ചോദിക്കുമ്പോൾ നമ്മളെ സുഭാഷേട്ടൻ പറയുന്നുണ്ട് മോനെ അത് നീയും ഞാനും ഒക്കെ ജോലിക്ക് പോയത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അവൾ പോകുന്നത് അവളുടെ സ്വപ്നങ്ങളിലേക്ക് ഉയരാൻ കൂടിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകാൻ നേരത്ത് നികേഷിനോട് പറയുന്നുണ്ട് നീയും ഇതുപോലെയൊക്കെ പഠിച്ച് ജോലി വാങ്ങടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നിധി സുന്ദരിയായിട്ട് സാരി കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നികേഷ് പറയുന്നുണ്ട് ഏട്ടത്തി സാരിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മളെ നികേഷ് പറയുന്നുണ്ട് ഏട്ടത്തി അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. നികേഷിൻ്റെ ഒരു പെന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇത് ഏട്ടത്തിക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം ഭാസ്കരനച്ഛനും കൂടി വരുന്നുണ്ട്. ഭാസ്കരനച്ഛൻ വന്നിട്ട് പോകുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പിന്നെ ഭാസ്കരൻ അച്ഛന് നിധി വാങ്ങിച്ചു കൊടുത്ത ഷർട്ടും അതുപോലെ തന്നെ മുണ്ടും ഒക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മോളെ ഇത് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛൻ കുറച്ച് പൂത്തിരിയും പടക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മോള് പണിക്ക് പോകുന്നത് 4 ആൾ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പടക്കൊക്കെ എടുത്ത് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ ലളിത അതിലൂടെ പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നാട്ടുകാർക്ക് കണ്ണും ചുവടൊന്നും കേൾക്കണ്ട ഇങ്ങനെയൊക്കെ ചെയ്തിട്ടെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ മരുമകൾ പണിക്ക് പോവുകയാണ്, അതെല്ലാവരും അറിയട്ടെ, ആർക്കിടെക്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മോളുടെ പോലെയൊന്നുമല്ല, എൻ്റെ മോള്
പഠിച്ച് ജോലി വാങ്ങിയതാന്നൊക്കെ ഭാസ്കരൻ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നിട്ട് നമ്മൾ ആ ഹരീഷിനും നികേഷിനും എല്ലാവർക്കും അടക്കവും പൂതിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കത്തിക്കേടാ 4 ആൾ അറിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും കുറച്ച് അയൽവാസികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് പൊട്ടിക്കുന്നൊക്കെ ഉണ്ട്. സന്തോഷം ഇങ്ങനെ അറിയിക്കുക കേട്ടോ ബാക്കിയുള്ളവരെ. ആ സമയത്താണ് നികേഷ് ഒരു പടക്കെടുത്തിട്ട് എറിയുന്നുണ്ട്. അത് നേരെ നമ്മളെ ഭാസ്കരനച്ഛൻ്റെ കയ്യിൽ വന്നിട്ടാട്ടോ വീഴുന്നത്. അന്നേരം അവരെല്ലാവരും പേടിക്കും, എന്താ അച്ഛാ പറ്റിയെന്നൊക്കെ ചോദിക്കും. പക്ഷെ നികേഷ് മാത്രം ചോദിക്കില്ല കേട്ടോ. നിധിയൊക്കെ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛ എന്താ പറ്റിയത്, അച്ഛ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ, നീ വെറുതെ സമയം വൈകിപ്പിക്കേണ്ട, ആദ്യമായിട്ട് പോവല്ലേ, നീ പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷും നിധിയും കൂടെ അവിടുന്ന് കാറിലേക്ക് കയറാൻ വേണ്ടി പോവാട്ടോ, അവര് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ മനസ്സിലൊരു തേങ്ങലുണ്ട്. കാരണം അച്ഛൻ്റെ ഈ ഒരു ഇത് കണ്ടുകൊണ്ട് ഇറങ്ങുകയാണ് അവർ ചെയ്യുന്നത്. സന്തോഷം അവസാനം ചെറിയൊരു ദുഃഖത്തിലേക്ക് ആണ് വഴിതെറ്റി പോയത്. പക്ഷെ സുധീഷിനൊരു സംശയമുണ്ട്, നികേഷ് മനഃപൂർവ്വം ചെയ്തതാണോ, നികേഷ് എന്നൊക്കെ വിളിച്ചിട്ടാട്ടോ നമ്മുടെ സുധീഷ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അവനോട്, നീ മനഃപൂർവ്വം ചെയ്താണോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അത് അറിയാതെ അവൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാ, ഇനി അവൻ്റെ തലയിൽ ഇടണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ചെറിയൊരു സംശയം ഇല്ലാതില്ല. കാരണം നികേഷിൻ്റെ ഒരു ഫേസിൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് അത് നികേഷ് അച്ഛനോട് മനഃപൂർവ്വം ചെയ്ത പോലെ തോന്നുന്നുണ്ട്. കാരണം ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് അച്ഛനോട് ഇപ്പോഴും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കുറച്ചെങ്കിലും മനസ്സിലുള്ളത് നികേഷിനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പോയിട്ട് പൈപ്പ് തുറന്നിട്ട് കൈയൊക്കെ കഴുകുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഏട്ടൻ വന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ പറ്റിയത്, മരുന്ന് മേടിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ല മോനെ, ഒരു പടക്കം പൊട്ടിയതിനാണോ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്, നീ ഒന്ന് പോയെന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ അവിടെ നിന്ന് അയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നിധിയും അതുപോലെ തന്നെ സുധീഷും കൂടെ കാറിൽ ഇങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പോകുന്ന സമയത്ത് വഴിയിൽ ഒരു അമ്പലത്തിലൊക്കെ ഇറങ്ങിയിട്ടാട്ടോ പോയത്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്. അങ്ങനെ പോകുമ്പോൾ സുധീഷിനോട് പറയുന്നുണ്ട് കേട്ടോ, ഇവിടുത്തെ അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് നല്ല ശക്തിയാണെന്നാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഓ തക്കലയിലുള്ള നിനക്ക് തിരുവനന്തപുരത്തുള്ള ഈ അമ്പലത്തിനെ കുറിച്ച് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അതെന്നോട് സുഭാഷ് ഏട്ടൻ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷ് എന്തോ കുറച്ച് വിശ്വാസമില്ലാത്ത രീതിയിൽ സംസാരിച്ചപ്പോൾ നമ്മളെ നിധി പറയുന്നുണ്ട് കേട്ടോ, വന്ദിച്ചില്ലെങ്കിൽ നിന്ദിക്കാതെ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് നിന്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു, എനിക്കിങ്ങനെ ജോലി കിട്ടിയെന്ന് അവരെ വിളിച്ച് പറയാമായിരുന്നു എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എന്തിനാ വിളിച്ച് പറയേണ്ട ആവശ്യം, അത് പറഞ്ഞാലും അവർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നത്, അവരും ഒന്ന് അറിയട്ടെ നിനക്ക് ജോലിയൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് കേട്ടോ, എനിക്കൊരിക്കലും ഇതൊന്നും കിട്ടരുത് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് കത്തിച്ചവരുടെ മുന്നിലല്ല ഞാൻ പ്രതികാരം ചെയ്യേണ്ടത്, മറിച്ച് എന്നെ സപ്പോർട്ട് ചെയ്തവരോട് ആണ് ഞാൻ നന്ദി പറയേണ്ടത്. എന്തായാലും താങ്ക് യു വെരി സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനോട് ആ സമയത്ത് നന്ദിയൊക്കെ അറിയിക്കുന്നുണ്ട്. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്തു, ഇൻ്റർവ്യൂക്ക് പോയി അതുപോലെ തന്നെ കൊണ്ടുവന്നു, അത്രയല്ലേ ഈ സുധീഷ് ചെയ്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, സുധീഷ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ വരെ ഒന്നും എത്താൻ സാധിക്കില്ലായിരുന്നു. കാരണം സുധീഷ് അല്ല എന്നോട് ഇടയ്ക്കിടെ പറയുന്നത്, എന്നെ ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ, നീ എന്തിനാ ഇവിടെ വന്നത്, നിനക്ക് ഓർമ്മയില്ലേ, നീ ജോലി വാങ്ങണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ എന്നെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്ന സുധീഷ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനെ കുറച്ച് പൊക്കിയടിക്കുന്നുണ്ട്. സുധീഷ് ആണെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ കയറിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പിന്നെ പണ്ടേ എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കാൻ ഭയങ്കരമാണെന്ന്, ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ തന്നെ അവൻ സ്വയം പൊക്കിയടിക്കാൻ തുടങ്ങി. ലാസ്റ്റ് നമ്മളെ നിധിക്ക് വേണ്ടില്ലായിരുന്നു, പറയേണ്ടില്ലായിരുന്നു എന്നൊക്കെ തോന്നിയിട്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഓടിക്കുന്നതിനിടയിൽ എന്തിനാ തള്ളാൻ നിൽക്കുന്നതെന്ന് വെറുതെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൻ ഓൾറെഡി കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ അവൻ തള്ളാനും നിൽക്കുന്നുണ്ട്. എന്തായാലും സുധീഷിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവനോടൊന്നും അവനെ പൊക്കിയടിക്കാൻ വയ്യ. കാരണം അവൻ അതിനേക്കാൾ കൂടുതൽ അവനെ പൊക്കിയടിച്ച് സ്വയം പറയുന്ന ഒരു ക്യാരക്ടറാണ്. എന്തായാലും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ജോലി കിട്ടി വലിയൊരു സന്തോഷത്തിലാണ് നിധി അങ്ങോട്ട് പോകുന്നത്. അവിടെ ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. കാരണം നിധിയുടെ കുടുംബക്കാർ എല്ലായിടത്തും ഉണ്ടല്ലേ. അപ്പോൾ ഇനി കിളിക്കൂട്ടിലെ അംഗങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ബൈ.